ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്റെ ഭർത്താവ് ഇപ്പോൾ ആശുപത്രിയിലാണ്. എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ അപകടത്തിലായി കിടക്കുന്ന ഋഷിയേട്ടനെ എനിക്ക് രക്ഷിക്കണം. എന്റെ നെറുകയിലെ സിന്ദൂരം മായാതെ സൂക്ഷിക്കണമെങ്കിൽ എന്റെ ഋഷിയേട്ടൻ തിരികെ ജീവിതത്തിലേക്ക് വരണം. അതിന് എനിക്ക് ഇന്ദ്രനീലം കൂടിയേ തീരൂ. നീ എന്നെ സഹായിക്കണം യാഷ്ലി. യാഷ്ലിയുടെ മുന്നിൽ പ്രത തന്റെ കൈകൾ കൂപ്പി നിന്നു. പ്രതയുടെ വാക്കുകൾ കേട്ട യാഷ്ലിക്ക് ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും ഒരു നാൾ തന്നെ സ്നേഹിച്ചിരുന്നവൾ, പ്രതികാരത്തിനായി മറ്റൊരുവനെ വിവാഹം ചെയ്തവൾ, ഇന്നിതാ തന്നെ മറന്ന് അവന്റെ ജീവന് വേണ്ടി ഇന്ദ്രനീലത്തെ ഉപയോഗിക്കാൻ തന്നോട് തന്നെ കൈകൂപ്പുന്നു. ഇത്രയും കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്ന അവസ്ഥ തന്റേത് മാത്രമായിരിക്കുമോ എന്ന് ഒരു നിമിഷം അവൻ ചിന്തിച്ചു. പക്ഷേ പക്വത നിറഞ്ഞൊരു പുരുഷനെ പോലെ യാഷ്ലി അവസാനം ഒരു തീരുമാനത്തിലെത്തി. പ്രത, നീ പറഞ്ഞത് ശരിയാണ്. നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. നീ ഇന്ദ്രനീലവുമായി പോയി വളരെ വേഗത്തിൽ തിരിച്ചു വരണം. നിനക്ക് വേണ്ടി ഞാനിവിടെ സംരക്ഷണനായി ഉണ്ടാകും. ഈ നാഗങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല. ഇത്രയും പറഞ്ഞ് യാഷ് തന്റെ മത്സ്യരൂപത്തിലേക്ക് വന്ന് നിഡോഗ വംശത്തിലെ നാഗങ്ങളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇതേസമയം പ്രത ഇന്ദ്രനീലവുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. മനുഷ്യരൂപം സ്വീകരിച്ച് പ്രത നേരെ ആശുപത്രിയിലേക്ക് തിരികെ എത്തി. സാരിയുടെ പിന്നിൽ മറച്ചു പിടിച്ച ഇന്ദ്രനീലവുമായി വിസിറ്റിംഗ് ടൈമിന് വേണ്ടി അവൾ ഐസിയുവിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ വിസിറ്റിംഗ് സമയമെത്തി. പ്രത ഐസിയുവിനുള്ളിലേക്ക് കയറി. ഋഷി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. തന്റെ കയ്യിലെ ഇന്ദ്രനീലം പ്രത പുറത്തെടുത്തു. ഋഷിയുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഇന്ദ്രനീലം ഉറപ്പിച്ച് പ്രത മനസ്സിൽ മന്ത്രം ഉരുവിട്ടു. ഇന്ദ്രനീലത്തിലെ പ്രകാശം ഋഷിയുടെ ശരീരത്തിലാകെ പ്രകാശപൂർണിതമായിരിക്കുകയായിരുന്നു. അതിനൊപ്പം പ്രതയുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കൂടി ഋഷിയുടെ മുഖത്തേക്ക് വീണു. ശേഷം പ്രത കണ്ണു തുറന്നു. അപ്പോഴേക്കും ഋഷിയും തന്റെ കണ്ണുകൾ പതിയെ തുറക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇന്ദ്രനീലം തന്റെ സാരത്തുമ്പിലേക്ക് പ്രത മറച്ചു പിടിച്ചു. പൂർണ്ണബോധത്തോടെ പ്രത എന്ന് വിളിച്ചുകൊണ്ട് ഋഷിയും കിടക്കയിൽ നിന്നും തലപൊക്കി. മനസ്സിലെ സന്തോഷത്തിമിർപ്പിൽ പ്രത ഋഷിയെ കെട്ടിപ്പുണർന്നു. ഋഷിയും പ്രതയെ നെഞ്ചോട് ചേർത്തു. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ഡോക്ടേഴ്സ് ഞെട്ടിപ്പോയി. ഓ ഗോഡ്, എന്താ ഇത്? കോമയിലേക്ക് പോയ പേഷ്യന്റ് ഇത്ര വേഗം ഓക്കെയായോ? ഇത് ആദ്യത്തെ സംഭവമാണല്ലോ. മെഡിക്കൽ മിറാക്കിൾ. അല്ല മിസ്സസ് ഗുജ്റാൾ, ഇതിനു മാത്രം നിങ്ങൾ എന്താ പേഷ്യന്റിനോട് പറഞ്ഞത്? പ്രത ഒരു നിമിഷം ഒന്ന് പതറി. അത് സ്നേഹത്തിൽ സത്യമുണ്ടെങ്കിൽ, സത്യത്തിൽ അവിടെ പ്രണയമുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നമുക്കിടയിലെ ബന്ധം അത്രയ്ക്കും ദൃഢതയാർന്നതാണ്. ഇത്രയും പറഞ്ഞ് പ്രത ഋഷിയെ കെട്ടിപ്പുണർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം പ്രതയ്ക്കുണ്ടായ മാറ്റത്താൽ ഋഷിയുമാകെ അമ്പരന്നിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം പ്രത മെഹക്കിനരികിലേക്ക് പോയി. ചേച്ചി, ഞാൻ കരുതിയതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഇനി ഇന്ദ്രനീലം തിരികെ മഹാമാളികയിലേക്ക് വെക്കാനായി പോകുകയാണ് ഞാൻ. ശരി പ്രത, നീ പോയി വാ, സൂക്ഷിക്കണം. പ്രത ഇന്ദ്രനീലവുമായി കടൽ തീരത്തെത്തി. പക്ഷെ അന്നേരം നിഡോഗ വംശത്തിലെ നാഗങ്ങളാകെ പ്രതയെ വളഞ്ഞിരുന്നു. മൂടുപടം ധരിച്ച അവരിലൊരു നാഗകന്യക പ്രതയോടായി പറഞ്ഞു, മര്യാദയ്ക്ക് ഇന്ദ്രനീലം എന്റെ കയ്യിൽ ഏൽപ്പിക്കേ. ഇല്ല, ഇന്ദ്രനീലം മത്സ്യലോകത്തിന്റെ അമൂല്യ നിധിയാണ്. ഇന്ദ്രദേവൻ മാത്രമാണ് ഇന്ദ്രനീലത്തിൽ അവകാശമുള്ളത്. ഇത് നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതേണ്ട നിഡോഗ വംശത്തിലെ നാഗനാഗരികളെ. പെട്ടെന്ന് ആ സ്ത്രീ ചിരിച്ചു. ഹോ, കൊള്ളാം. എന്താ നീ പറഞ്ഞത്? മത്സ്യലോകത്തിന്റെ സമ്പത്താണ് ഇന്ദ്രനീലമെന്നോ? എന്നിട്ടാണോ കേവലം നിന്റെ ഭർത്താവെന്ന മനുഷ്യന് വേണ്ടി ഈ അമൂല്യനിധിയെ നീ വിനിയോഗിച്ചത്? പ്രത ആകെ അടിപതറിയിരുന്നു. പക്ഷേ ഇതിനോടൊക്കെയുള്ള ഉത്തരങ്ങൾ അവളുടെ പക്കൽ ഉണ്ടായിരുന്നു. ആകെ ദേഷ്യത്താൽ അവൾ തുടർന്നു. ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നിഡോഗ വംശജരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്നാലും ഒരറിവിലേക്കായി ഞാൻ പറയാം. അതെ, ഞാൻ ഇന്ദ്രനീലം ഉപയോഗിച്ചു. അത് എന്റെ പ്രണയമായ ഋഷിയേട്ടന്റെ ജീവൻ തിരികെ കൊണ്ടുവരാൻ, എന്റെ മംഗല്യ സൂക്തം കാത്തു സൂക്ഷിക്കാൻ, എന്റെ സിന്ദൂരം മായാതിരിക്കാൻ, എനിക്ക് അദ്ദേഹത്തിന്റെ പത്നിയായിരിക്കാൻ. ഇതുകൂടി കേട്ടോ നാഗനാഗരികളെ. ഇന്ന് ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും പ്രതയെന്ന ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ഭർത്താവ് ഋഷിയേട്ടനെയാണ്. എന്റെ ഋഷിയേട്ടന് വേണ്ടി ഞാൻ എന്തും ത്യജിക്കും. ഇത്രയും പറഞ്ഞു നിൽക്കവേ അവരിൽ ഒരാൾ ചോദിച്ചു, അപ്പോൾ യാഷ്ലി, അവനാരാ നിന്റെ? ഒരു കാലത്ത് നീ ജീവന തുല്യം സ്നേഹിച്ച അവനെപ്പറ്റി ഇപ്പോൾ നിനക്കൊന്നും പറയാനില്ലേ? പ്രത ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കാതെ അതിനുള്ള മറുപടി നൽകി. അതെന്റെ കഴിഞ്ഞ കാലം. ഇന്നെനിക്ക് യാഷ് എന്റെ ഉറ്റ സുഹൃത്താണ്. എന്റെ പ്രണയം അതെന്നും എന്റെ ഋഷിയേട്ടനോട് മാത്രമായിരിക്കും. ഇത്രയും പറഞ്ഞതും ആകാശത്തു നിന്നും ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. ഇടിയും കാറ്റും കോളും കൊണ്ട് തുടങ്ങവേ എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ച് പ്രത അവിടെ നിന്നും പോകാനൊരുങ്ങി. തിരിഞ്ഞു നോക്കിയതും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന യാഷ്ലിയായിരുന്നു പ്രത കണ്ടത്. വിറയ്ക്കുന്ന ചുണ്ടുകളായി അവൾ മന്ത്രിച്ചു. യാഷ്, നീ? അതെ പ്രത, ഞാൻ. നീ പറഞ്ഞ വാക്കുകൾ തറച്ചത് എന്റെ നെഞ്ചിലാണ്. അതൊരു അസ്ത്രമായി മാറി എന്റെ നെഞ്ചിനെ പിളർത്തിയിരിക്കുന്നു.
നിനക്ക് വേണ്ടി കാത്തിരുന്ന ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് പറഞ്ഞതാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കടൽ തീരത്ത് മുട്ടുകുത്തിയിരുന്ന് യാഷ് കരയാൻ തുടങ്ങി. യാഷിന്റെ സങ്കടം കണ്ടതും പ്രതയുമാകെ തളർന്നിരുന്നു. അവൾ യാഷിനരികിലേക്ക് ഓടി. തന്റെ കൈകൾ കൊണ്ട് യാഷിന്റെ കണ്ണുകളിലെ നീർ തുടച്ച് അവൾ തുടർന്നു. യാഷ്, നീ കണ്ടതും കേട്ടതും സത്യമല്ലെന്ന് ഞാൻ പറയില്ല. കാരണം അതാണ് സത്യം. ഞാൻ ഋഷിയേട്ടനെ പ്രണയിക്കുന്നു.